കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷൻ പ്രൊഫൈലിൽ വന്നിട്ടുള്ളത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇല്ലാത്തവരാണെങ്കിൽ 30/10/2025 അതായത് ഒക്ടോബർ 30 മുതൽ ഡിസംബർ 3 വരെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. 30/10 ഒക്ടോബർ 30 സ്റ്റാർട്ട് ചെയ്തിട്ട് 3/12 ഡിസംബർ 3 തീയതി അത് എൻഡ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് അപേക്ഷിക്കാനുള്ളവരെല്ലാം ഒന്ന് അപേക്ഷിക്കുക. ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റുന്ന ഒരു LGS എക്സാമാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. ഇതിപ്പോൾ സാധാരണഗതിയിൽ രണ്ട് തരത്തിൽ, അതായത് പ്രിലിംസും മെയിൻസും ആയിട്ട് രണ്ട് എക്സാം ഉണ്ടാവാനാണ് ചാൻസ്. അത് ഇതുവരെ ഉറപ്പായിട്ടില്ല, അങ്ങനെ ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഞാനിന്ന് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പ്രീവിയസ് ആയിട്ട് നടന്ന LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ കോഡുകൾ ഞാൻ പറയാം. അപ്പോൾ ഇത് പഠിക്കുന്നവരാണെങ്കിൽ എല്ലാം പഠിക്കുന്നതിനേക്കാളും ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ നമ്മളെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പോൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഇനി വരുന്ന ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് പ്രീവിയസ് ആയിട്ട് നടന്ന LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കോഡും അത് നടന്ന എക്സാം ഡേറ്റും ആ ടൈമുമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പഠിക്കുന്നവരാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അത് നോക്കിയിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡുകളൊന്ന് പറയാം. ആദ്യത്തേത് 151/2024. ഇത് നടന്നത് 2/11/2024 നവംബർ 2 തീയതി നടന്ന എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ് 151/2024. ഒരു LGS എക്സാം ആണത്, അതൊരു പ്രിലിമിനറി എക്സാം ആണ്. ഇനി അടുത്തത് 161/2024. ഈ എക്സാം നടന്നത് നവംബർ 23, 2024. ഇതും ഒരു പ്രിലിമിനറി എക്സാമിൻ്റെ കോഡ് തന്നെയാണ്. ഇനി അടുത്തത് 170/2024. ഇത് നടന്നത് നവംബർ 30, 2024 ഇതൊരു പ്രിലിമിനറി എക്സാം തന്നെയാണ്. പിന്നെ അടുത്തത് യൂണിവേഴ്സിറ്റി LGSന്റെ കഴിഞ്ഞ വർഷത്തെ 019/2024. ആ എക്സാം നടന്നത് ഫെബ്രുവരി 7, 2024. ഇനി അടുത്തത് 245/2023. 2023 നടന്നൊരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. 245/2023. ഇത് നടന്നത് ഡിസംബർ 27, 2023. ഇനി അടുത്തത് കുറേ ബാക്കുള്ളതാണ്, 2021 ക്വസ്റ്റ്യൻ പേപ്പർ. ഇതെന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം എല്ലാത്തിലും സെയിം ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. അതന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒന്നും കൂടി പഠിച്ചാൽ മതി. പിന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്പർ 122/2021. ഇത് നടന്നത് 2021 നവംബർ 27 തീയതിയാണ്. ഈ ഡേറ്റ് ഞാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ കോഡ് അടിക്കുമ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഡേറ്റ് കൂടി ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് കുറേ ബാക്കുള്ളതാണ്, 2018 07/2018. ഇതുവരെ LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. പിന്നെ അടുത്ത് 03/2018. പിന്നെ അടുത്ത് 64/2018. ഇനി ഒരു 2017 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് പറയാം. 117/2017, 126/2017. ഇനി 2015 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് 101/2015. ഇനി അടുത്തത് 2014 കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പറയാം. 214/2014, 198/2014, 207/2014, 165/2014, 152/2014, 131/2014. ഞാനിതിവിടെ ബോർഡിൽ ഇങ്ങനെ എഴുതി കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് പഠിക്കുന്നവരാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. 2014 ഡൗൺലോഡ് ചെയ്ത് വെക്കണമെന്നില്ല, പക്ഷേ ഈ അടുത്തുള്ള കഴിഞ്ഞ് 24, 23 ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ച് അത് നോക്കി പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി വരും ക്ലാസ്സുകളിലെല്ലാം ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും 2-3 ക്വസ്റ്റ്യൻ പേപ്പർ കമ്പയർ ചെയ്തിട്ടുള്ള ക്ലാസ്സിലായിരിക്കും ഇടുന്നത്. അപ്പോൾ കമ്പനി ബോർഡ് LGSന് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ആ ക്ലാസ് കൂടി ഒന്ന് നോക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം നോക്കി അങ്ങനെ പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. മൊത്തത്തിൽ പഠിക്കുന്നതിനേക്കാളും ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കുന്നതാണ് PSCയിൽ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത്.